ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ഹിന്ദി ഡയറക്ട് OTT സിനിമയായ സർസാമീൻ OTTയിൽ റിലീസായത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടയിൽ L3 കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികരണവുമായിട്ട് അഭിമുഖങ്ങളിലെത്തുന്ന പൃഥ്വിരാജിനെ നമുക്ക് കാണാനായിട്ട് ഇടയായതാണ്. പല ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ മറുപടി നൽകിയതാണ്. എന്നാൽ പൃഥ്വിരാജ് പറയാത്ത കാര്യത്തിന് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വ്യാഖ്യാനവും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന് പല കാര്യങ്ങളിലെ വിമർശനം നേരിടേണ്ട അവസ്ഥയാണ് ഇന്നലെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. L3 സംഭവിക്കുമെന്നും എന്നാൽ അതിനു മുന്നേ മറ്റൊരു സിനിമ കൂടി താൻ സംവിധാനം ചെയ്യുമെന്നും നിലവിൽ അതിന്റെ പണിപ്പുരയിലാണ് എന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കിയതാണ്. കൂടാതെ എമ്പുരാൻ സിനിമയിലെ പ്രണവ് മോഹൻലാലിന്റെ ലുക്ക് റെഫറൻസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ലാലേട്ടൻ ലുക്കാണ് എന്നും കൂടാതെ മൂന്നാം ഭാഗത്തിൽ കൂടുതൽ വില്ലന്മാരെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൂടി പൃഥ്വിരാജ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും കൂടാതെ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്ന പൃഥ്വിരാജ് പറയാത്ത കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ മൂന്നാം ഭാഗം അണ്ടർ വാട്ടർ ആക്ഷൻ സീക്വൻസ് എല്ലാം തന്നെ അടങ്ങിയ ഇന്ത്യയിലെ തന്നെ വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകൾ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആ പലരും പുറത്തുവിടുന്ന ഫേക്ക് പോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ മനോരമ ന്യൂസ്, റിപ്പോർട്ടർ TV എല്ലാം തന്നെ എടുത്ത് അവരുടെ വാർത്തയാക്കുന്ന കാഴ്ചയെല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ പൃഥ്വിരാജ് പറയാത്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ അത് പറഞ്ഞു വന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളോട് ഒപ്പം തന്നെ മുൻനിര മാധ്യമങ്ങളോട് പരസ്യമായ അതൃപ്തി പൃഥ്വിരാജിന്റെ ഒഫീഷ്യൽ ഫാൻ ടീം അറിയിച്ചിരിക്കുകയാണ്. അവർ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കൃത്യമായ വാർത്തകൾ മുൻനിര മാധ്യമങ്ങൾ L3 കുറിച്ച് പറയട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ പൃഥ്വിരാജ് സിനിമകളുടെ കൂടുതൽ വാർത്തകൾക്ക്.